പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ 12 വിദ്യാർത്ഥികൾക്കെതിരെ കൂടി നടപടി. 10 വിദ്യാർത്ഥികളെ 1 വർഷത്തേക്ക് വിലക്കി, 2 പേർക്ക് 1 വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷാ വിലക്കും ഏർപ്പെടുത്തി. ഈ 12 വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അനൂപ് വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ 12 പേർക്കെതിരെ കൂടി നടപടി ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ ഇതിൽ പ്രതികളായ 19 പേരെ അവർക്ക് 3 വർഷത്തെ പഠന വിലക്കടക്കം ഏർപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ സംഭവം എന്ന് പറയുന്നത് ഏറെ ദുഃഖകരമാണ്. സിദ്ധാർത്ഥന്റെ മരണം ഏറെ ദുഃഖകരമാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. അതിൽ പ്രതികളായ അതിലിപ്പോൾ ആരൊക്കെ SFIക്കാരല്ല, ഇനിയിപ്പോൾ ആരൊക്കെ അതിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നത് തന്നെയാണ് സമൂഹത്തിന്റെ പൊതുവായ ആവശ്യം. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സർക്കാരിന്റെ ശക്തമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ സർവകലാശാല ഈ വിഷയത്തിൽ പുതുതായി സ്വീകരിച്ചിരിക്കുന്ന അധികൃതർ എടുത്തിരിക്കുന്ന നടപടി എന്താണ്? മനു, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല പൂക്കോട് ക്യാമ്പസിലെ BVS ആൻഡ് ആനിമൽ ഹസ്ബൻഡറി 2ാം വർഷ വിദ്യാർത്ഥി നെടുമ്പങ്ങാട് സ്വദേശി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ നടപടികൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന്, സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി സെന്ററിൽ ചേർന്ന ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം. കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ 31 വിദ്യാർത്ഥികൾക്ക് പഠന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്കും 12 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്കുമാണ് ഇത്തരത്തിൽ പഠന വിലക്ക് ആന്റി റാഗിംഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയത്. ഇവർക്ക് അംഗീകൃത സ്ഥാപനങ്ങളിൽ ഇനി പഠനം സാധ്യമാവില്ല. കോളേജ് ഹോസ്റ്റലിൽ നിന്നടക്കം പുറത്താക്കാനും കമ്മിറ്റി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരിൽ നിന്നുൾപ്പെടെ തെളിവെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 31 പേരെ കുറ്റക്കാരായി കണ്ടെത്തുകയും ചെയ്തത്. അതിൽ ഈ 12 പേരുടേതാണ് ഏറ്റവും ഒടുവിൽ ഈ നടപടിയായിട്ട് വരുന്നത്. 10 വിദ്യാർത്ഥികളെ 1 വർഷത്തേക്ക് വിലക്കിയിരിക്കുന്നു. അവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും ഇപ്പോൾ വിലക്കുണ്ടാവും. പ്രതികൾക്കൊപ്പം ചേർന്ന് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചവരാണിവർ. 2 പേർക്ക് 1 വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷാ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മർദ്ദനമേറ്റിട്ടും ഈ കണ്ടതായി ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടി അങ്ങനെ ഉണ്ടാവുന്നത്. ഈ 12 വിദ്യാർത്ഥികളെയും ഒടുവിൽ നടപടിയെടുത്ത് ഈ 12 വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ അക്രമം നോക്കി നിന്ന, ഈ ഹോസ്റ്റലിൽ ഈ വിദ്യാർത്ഥി ആക്രമിക്കപ്പെടുന്ന സമയത്ത് അത് നോക്കി നിന്ന, അല്ലെങ്കിൽ അതിൽ ഇടപെടാതിരുന്ന, അത് തടയാതിരുന്ന കുട്ടികൾക്കുൾപ്പെടെ സസ്പെൻഷൻ നടപടി ഈ വെറ്ററിനറി സർവകലാശാല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 7 ദിവസം അവർ കോളേജിൽ നിന്ന് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വരും, മാറി നിൽക്കേണ്ടി വരും. ശരി, വ്യക്തമാണ്.